മാറൽ എക്സാലോജിക് ഇടപാടിൽ അതിപ്രധാനമായ വിധിയാണ് ഇന്ന് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായിരിക്കുന്നത്. CMRL നൽകിയ അപ്പീലാണ് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് തള്ളിക്കളഞ്ഞത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത ECIR PMLA പ്രകാരം നൽകിയ സമൻസുകൾ ഇവ റദ്ദാക്കണം എന്നായിരുന്നു CMRLന്റെ ആവശ്യം. കമ്പനിയുടെ വാദങ്ങൾ ഇവയായിരുന്നു: ഒരു ഷെഡ്യൂൾഡ് കുറ്റകൃത്യമായി ബന്ധപ്പെട്ട് FIR ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പരാതി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ EDക്ക് ECIR രജിസ്റ്റർ ചെയ്യാനോ അന്വേഷണം നടത്താനോ അധികാരമില്ലെന്നും അതിനാൽ PMLA പ്രകാരമുള്ള സമൻസുകളും അന്വേഷണവും നിയമവിരുദ്ധമാണെന്നും ഇതായിരുന്നു CMRLന്റെ അപ്പീൽ. എന്നാൽ ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ നൽകിയ ഇമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് നടപടി സ്വീകരിക്കാനാവില്ലെന്നും CMRL വാദിച്ചു. എന്നാൽ EDയുടെ വാദം മറ്റൊന്നായിരുന്നു. ECIR നിയമപരമായ രേഖയല്ല, അത് EDയുടെ ആഭ്യന്തര രേഖ മാത്രമാണ്. FIR ഇല്ലെങ്കിലും PMLA പ്രകാരം അന്വേഷണം തുടങ്ങാൻ കഴിയും. കൂടാതെ വീണ വിജയന്റെയും എക്സാലോജിക് സൊല്യൂഷന്റെയും പേരിൽ 2.78 കോടി സേവനം നൽകാതെയാണ് നൽകിയതെന്നും കണ്ടെത്തിയിരുന്നു. ഹൈക്കോടതിയുടെ പ്രധാന കണ്ടെത്തലുകൾ ഇന്നത്തേത് ഇവയാണ്: EDക്ക് അന്വേഷണം തുടരാം. ECIR FIR അല്ല. സുപ്രീം കോടതിയുടെ വിജയ് മദൻലാൽ ചൗധരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന വിധി ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഈ അപ്പീൽ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വിധി വന്നിരിക്കുന്നത്. ECIR ഒരു FIR അല്ല. ECIR ആഭ്യന്തര രേഖ മാത്രമാണെന്ന് ഹൈക്കോടതി. PMLAയിൽ ECIR രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ECIRന്റെ പകർപ്പ് നൽകേണ്ട ബാധ്യതയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇല്ല. FIR ഇല്ലെങ്കിലും EDക്ക് അന്വേഷണം നടത്താം എന്ന സുപ്രധാന വിധി. PMLA പ്രകാരമുള്ള സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള സിവിൽ നടപടികൾ തുടങ്ങാൻ മുൻകൂർ FIR ആവശ്യമില്ല എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ പറയുകയാണ്. സെക്ഷൻ 50 പ്രകാരം സമൻസ് നൽകാനും രേഖകൾ ആവശ്യപ്പെടാനും EDക്ക് അധികാരമുണ്ട്. സമൻസ് കിട്ടുന്ന വ്യക്തി അപ്പോൾ പ്രതിയല്ല, പക്ഷേ അന്വേഷണം സഹായിക്കുന്ന വ്യക്തിയാണ്. വീണ വിജയനെയും എക്സാലോജിക്കിനെയും കുറിച്ചുള്ള പരാമർശം വിധിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലനുസരിച്ച് CMRL 1.72 കോടി വീണ വിജയനും എക്സാലോജിക് സൊല്യൂഷനും നൽകിയതായി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ സേവനം ലഭിച്ചതിന്റെ തെളിവുകളില്ലെന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിലപാട്. ഈ ഇടപാടുകളെക്കുറിച്ച് രേഖകൾ ED സമൻസിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഇമ്മ്യൂണിറ്റി PMLAക്ക് ബാധകമല്ല എന്നും ഹൈക്കോടതി. ആദായ നികുതി നിയമപ്രകാരമുള്ള ഇമ്മ്യൂണിറ്റി ആദായ നികുതി കേസുകൾക്ക് മാത്രമാണ് ബാധകമാകുക. PMLA ഒരു സ്വതന്ത്ര നിയമമാണ്. അതിനാൽ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് കമ്മീഷൻ നൽകിയ ഇമ്മ്യൂണിറ്റി PMLA അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിന് ഉതകുന്നതല്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചതോടെ EDക്ക് ഈ കേസിൽ സർവ്വ സ്വാതന്ത്ര്യവും കിട്ടിയിരിക്കുകയാണ്. CMRL ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെന്നും അതിൻ്റെ 48.75% ഓഹരികൾ പൊതുജനങ്ങളും 13.41% ഓഹരികൾ സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയും കൈവശം വെച്ചിരിക്കുന്നുവെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ആദായ നികുതി നിയമത്തിന്റെയും കമ്പനി നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണങ്ങളിൽ നിന്ന് യാതൊരു യഥാർത്ഥ ബിസിനസ് ബന്ധവുമില്ലാതെ CMRLിൽ നിന്ന് എക്സാലോജിക്കിലേക്ക് അനധികൃത പേയ്മെന്റുകളിലൂടെ ഫണ്ടുകൾ മാറ്റിയതായി വ്യക്തമായിട്ടുണ്ട്. ഇതുവഴി പൊതുജന ഓഹരി ഉടമകൾക്കും KSIDCക്കും നഷ്ടമുണ്ടായതായും ED ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇതേക്കുറിച്ച് അന്വേഷിക്കുവാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവിലൂടെ EDക്ക് കഴിയുന്നത്. ഇത്തരം വഴിവിട്ട രീതികളിലൂടെ കമ്പനി ഫണ്ടുകൾ പുറത്തേക്ക് മാറ്റുകയും ഓഹരി ഉടമകൾക്ക് കിട്ടേണ്ട സാമ്പത്തിക നേട്ടങ്ങൾ നിഷേധിക്കുകയും ചെയ്തതിലൂടെ CMRL വഞ്ചനയും അനുബന്ധ കുറ്റങ്ങളും ചെയ്തതായി കണക്കാക്കാമെന്ന് EDയുടെ പ്രധാന വാദമായിരുന്നു. ഈ ഫണ്ട് മാറ്റിവെക്കലിന്റെ ഫലമായി ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങളിലൂടെ എക്സാലോജിക്കിന്റെ കൈവശം കുറ്റകൃത്യത്തിൽ നിന്നുള്ള വരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ് രൂപപ്പെട്ടുവെന്നും അതാണ് നിലവിൽ PMLA പ്രകാരം ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നുമാണ് EDയുടെ വാദം. കൂടാതെ ECIR രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ PMLA വകുപ്പ് 66(2) പ്രകാരം കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യുന്നതിനായി കേരള പോലീസിന് വിവരം നൽകിയതായും ED വ്യക്തമാക്കുകയുണ്ടായി. ആരോപണങ്ങൾ ശരിയാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞാൽ കുറ്റകൃത്യത്തിൽ നിന്നുള്ള വരുമാനം സംരക്ഷിക്കുന്നതിനും വേഗത്തിൽ അന്വേഷണം നടത്തുന്നതിനുമായാണ് ED അത്തരമൊരു നടപടി സ്വീകരിച്ചതെന്നും കോടതിയെ ED അറിയിച്ചിരുന്നു. ഹൈക്കോടതി ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് കമ്മീഷൻ നൽകിയ ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് PMLA അന്വേഷണം തടയാൻ കഴിയില്ല. നികുതി കേസ് തീർന്നാലും അതേ ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് EDക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാം.
ഈ വിധിയിലെ ഈ ഭാഗം ഇഡിയുടെ അന്വേഷണം തുടരുന്നതിന് ശക്തമായ നിയമ അടിത്തറ നൽകുന്ന പ്രധാന നിരീക്ഷണമായി മാറുകയാണ്. ഈ ഭാഗത്തിൽ ഹൈക്കോടതി പറയുന്നത് ഇഡി ആദ്യം അന്വേഷണം തുടങ്ങുന്നു. അതോടൊപ്പം സെക്ഷൻ 66(2) പ്രകാരം പോലീസിനെ അറിയിക്കുന്നു. പോലീസ് FIR രജിസ്റ്റർ ചെയ്താൽ അത് PMLA അന്വേഷണത്തിന് കൂടുതൽ ശക്തി നൽകും. പക്ഷേ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് മാത്രം ഇവിടെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇഡിയുടെ അന്വേഷണം അസാധുവാകുന്നില്ല. അതിനാൽ FIR ഇല്ലെന്ന കാരണത്താൽ PMLA അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി. ഇത് വിധിയിലെ നിർണായകമായ ഒരു കണ്ടെത്തലാണ്. കാരണം FIR ഇല്ലാത്തതിനാൽ ഇഡിക്ക് അധികാരമില്ല എന്ന വാദം കോടതി വ്യക്തമായും തള്ളിക്കളയുകയാണ്. മാത്രമല്ല പോലീസിനെ അറിയിച്ചിട്ടും FIR ഇടാതിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇഡി അല്ല കുറ്റക്കാർ. ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്, പച്ചക്കൊടി നൽകിയിരിക്കുകയാണ്. അതിനാൽ തന്നെ CMRL എക്സാലോജിക് ഇടപാടിൽ ഇഡിയുടെ മിന്നൽ നീക്കങ്ങളാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.